ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ വളക്കാപ്പാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. 2 ദിവസമായിട്ട് നല്ല ചുമയും തൊണ്ടവേദനയും ജലദോഷമൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം രാവിലെ തന്നെ നല്ല ചൂട് കട്ടനടിച്ച് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ടാണ് ഞാൻ മെയിനായിട്ടുള്ള ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് സെൽഫായിട്ട് മേക്കപ്പ് ചെയ്യുന്നത്. അത്ര വലിയ കാര്യമായിട്ട് അറിയില്ലെങ്കിലും കുറെ ട്യൂട്ടോറിയൽസ് ഒക്കെ കണ്ടിട്ട് ചെറിയ ചെറിയ രീതിയിലൊക്കെ എനിക്ക് ചെയ്യാൻ അറിയാം. പിന്നെ ഇതൊക്കെ ചെയ്യാനുള്ളൊരു ഇഷ്ടം കൊണ്ട് എൻ്റെ വളക്കാപ്പിന്റെ മേക്കപ്പ് ഞാൻ തന്നെ അങ്ങ് ഏറ്റെടുത്ത് ചെയ്യാമെന്ന് കരുതി. ആദ്യം തന്നെ പ്ലമ്മിന്റെ ഒരു റൈസ് വാട്ടർ ടോണറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടോണർ ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ഫേസിൽ അബ്സോർബ് ചെയ്യാനായിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് ലിപ് ബാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഡോട്ട് ആൻഡ് കീയുടെ വൈറ്റമിൻ C+E SPF 50 വരുന്ന ലിപ് ബാം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചെറി പോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഇൻസൈറ്റ് കോസ്മെറ്റിക്സിന്റെ ഒരു പ്രൈമർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 3-in-1 പ്രൈമർ ആണ്. അപ്പൊ ഇതിൽ മോയ്സ്ചറൈസറും ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകം വേറെ മോയ്സ്ചറൈസർ ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അടുത്തതായിട്ട് ഇൻസൈറ്റിന്റെ തന്നെ ഒരു കളർ കറക്റ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്രഗ്നൻസി ടൈമിൽ കൂടുതൽ ആളുകൾക്കും ഫേസിലും നെക്കിലൊക്കെ നല്ല പിഗ്മെന്റേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ പിമ്പിൾസ് വന്ന കറുത്ത പാടുകളൊക്കെ നല്ല കൂടുതലായിരിക്കും. എന്റെ ഫേസും നെക്കൊക്കെ നല്ല രീതിയിൽ പിഗ്മെന്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കളർ കറക്റ്റർ യൂസ് ചെയ്യാതെ ഫൗണ്ടേഷൻ ഇടുമ്പോൾ അതൊരു വൃത്തികേടായിട്ട് നിൽക്കും. അപ്പൊ പിഗ്മെന്റേഷൻ ഉള്ള ഭാഗത്തൊക്കെ ഞാൻ നന്നായിട്ട് ഓറഞ്ച് കളർ കറക്റ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ആ പിഗ്മെന്റേഷൻ ഒക്കെ ഒന്ന് കവറായി വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഫൗണ്ടേഷൻ ലാക്മേയുടെ 925 പ്രൈമർ പ്ലസ് മാറ്റ് ഫൗണ്ടേഷൻ ആണ്. ഇതിന്റെ ഷെയ്ഡ് വരുന്നത് N360 ന്യൂട്രൽ ചെസ്റ്റ്നട്ട് ആണ്. എന്റെ മീഡിയം സ്കിൻ ടോണിന് പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആവുന്ന ഒരു ഫൗണ്ടേഷൻ ഷെയ്ഡാണ് ഇത് കേട്ടോ. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്കിൽ നല്ല പിഗ്മെന്റേഷൻ ഉള്ളതുകൊണ്ട് ഫൗണ്ടേഷൻ ഇടുമ്പോൾ നമ്മൾ നെക്കിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഫേസും നെക്കും 2 കളറായിട്ട് നിൽക്കും. അടുത്തതായിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഐബ്രോ ഫില്ലർ വെച്ചിട്ടാണ് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ 2 ഐബ്രോസും ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഐ ഷാഡോ ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഐ ഷാഡോന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇൻസൈഡിന്റെ തന്നെ ഒരു ബ്ലഷ് ആൻഡ് ഹൈലൈറ്റർ പാലറ്റില് കുറച്ചൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു ബ്ലഷ് എടുത്തിട്ടാണ് ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനിന്ന് ഉടുക്കാൻ പോകുന്ന സാരിയുടെ കളർ വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. അപ്പൊ അതിന് മാച്ചായിട്ട് നമുക്ക് പിങ്ക് ഐ ഷാഡോ തന്നെ ഇട്ട് കൊടുക്കാം. ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം സെയിം ഷെയ്ഡ് വെച്ചിട്ട് തന്നെ കണ്ണിന് താഴെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കണ്ണിന് താഴെ കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പൊ കണ്ണൊന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഐ ഷാഡോ താഴെ കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഐലിഡിന്റെ സെന്റർ പോർഷനിലായിട്ട് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഈ സെയിം ബ്ലഷ് ആൻഡ് ഹൈലൈറ്റർ പാലറ്റിലെ ഒരു ഗോൾഡൻ ഷിമ്മറി ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഐലിഡിന്റെ സെന്റർ പോർഷനിൽ മാത്രം കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഐബ്രോസിന്റെയും താഴെയായിട്ട് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു റോസ് ഗോൾഡ് ഷെയ്ഡാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഐലൈനർ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ 3-in-1 ജെൽ ഐലൈനർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ജെൽ ഐലൈനർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് നല്ല ഡാർക്ക് ബ്ലാക്ക് കളറിൽ കിട്ടും. പിന്നെ പെട്ടെന്നൊന്നും സ്മഡ്ജ് ആവത്തില്ല. ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഐലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു ബ്ലാക്ക് ഐ ഷാഡോ യൂസ് ചെയ്തിട്ട് അതിനൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു സ്മോക്കി ലുക്ക് കിട്ടാനായിട്ട്. 2 കണ്ണും നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു ഐലൈനർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ജെൽ ഐലൈനർ യൂസ് ചെയ്തിട്ട് വിങ് ഇടാറില്ല. അതുകൊണ്ട് ചെയ്യുമ്പോൾ എനിക്കൊരു പെർഫെക്ഷൻ കിട്ടാത്ത പോലെ തോന്നും. അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ നമ്മുടെ ഒരു നോർമൽ ഐലൈനർ വെച്ചിട്ട് വിങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് ഫേസ് ഫുള്ള് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്റെ നല്ല ഓയിലി സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലൂ ഹെവന്റെ ഒരു ഓയിൽ കൺട്രോൾ കോമ്പാക്ട് പൗഡർ ആണ്. ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഹണി മീഡിയം 301. ഇനി നമുക്ക് ഫേസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ഇൻസൈഡിന്റെ ഹൈലൈറ്റ് ആൻഡ് ബ്ലഷ് പാലറ്റിലെ ഒരു ഗോൾഡൻ ഷെയ്ഡ് എടുത്തിട്ട് 2 ചീക്സിലും നോസിന്റെ സെന്ററിലൊക്കെ ആയിട്ട് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഡാർക്ക് പിങ്ക് കളറിലുള്ള ഒരു ലിപ് ലൈനർ എടുത്തിട്ട് ലിപ്പ് നന്നായിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് തിക്നെസ്സിൽ തന്നെ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ലിപ്സ്റ്റിക്ക് ZM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ലിപ്സ്റ്റിക് ആണ്. ഇത് ഞാൻ ദുബായിൽ നിന്ന് വരുമ്പോൾ അവിടുത്തെ ലുലുന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് ഇത് കേട്ടോ. എന്റെ ഫംഗ്ഷന് ഫുള്ള് ഞാൻ ഇത് യൂസ് ചെയ്തിട്ടും പോയിട്ടുണ്ടായിരുന്നില്ല. ഈ ബ്രാൻഡിന്റെ ലിപ്സ്റ്റിക്ക് നൈക്കയിൽ അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ സെയിം ലിക്വിഡ് ലിപ്സ്റ്റിക്ക് അവൈലബിൾ ആയിട്ട് കണ്ടില്ല. കിട്ടുകയാണെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അടുത്തതായിട്ട് നമുക്ക് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഐലാഷ് വെക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഞാൻ ചെറിയ രീതിയിലൊന്ന് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനൊരു ലോക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഐലാഷ് ആണ് കേട്ടോ. എന്റെ വെഡിങ്ങിന് ഐലാഷ് വെച്ചതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് ഞാൻ ഐലാഷ് യൂസ് ചെയ്യുന്നത്. അന്ന് നമ്മൾ പാർലറിലായിരുന്നല്ലോ മേക്കപ്പ്, അതുകൊണ്ട് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ സ്വന്തമായിട്ട് ഐലാഷ് വെക്കുന്നത്. നല്ല പാടുള്ളൊരു പണിയാണ്. ഒറ്റയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്
തക്കുടും കൂടി ഹെൽപ്പ് ചെയ്തിട്ട് ഒരു വിധത്തിലാണ് ഐലാഷ് ഒന്ന് സെറ്റാക്കി വെച്ചത്. കുറച്ച് നേരത്തേക്കുള്ള ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ അതിന് പ്രത്യേകിച്ച് ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി അതിലുണ്ടായിരുന്ന ഗ്ലൂ തന്നെ വെച്ചിട്ടാണ് ഞാൻ ഈ ഐലാഷ് സെറ്റ് ചെയ്ത് വെച്ചത്. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം വരെ അത് പറഞ്ഞു പോരാതെ തന്നെ അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ ആ വെച്ച ഒരു ഭാഗത്ത് ഒരു വൈറ്റ് കളർ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മുകളിൽ കൂടെ ഞാൻ ഒന്നും കൂടി ഐലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ നേരം പരിശ്രമിച്ചതിന് ശേഷം ഒരു വിധത്തിൽ 2 കണ്ണിലും ഐലാഷസ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഐലാഷസ് ഒന്നുകൂടി ഭംഗിയിൽ നിൽക്കാനായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഐലാഷസും കൂടി വെച്ച് കൊടുത്തപ്പോൾ കണ്ണ് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ ഐ മേക്കപ്പ് ഒന്ന് നല്ല അടിപൊളിയായിട്ട് വന്നത്. അങ്ങനെ തന്നെ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ സാരി മാറിയിട്ട് വരാം. അതിനിടയിൽ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ടൈം വൈകിയോണ്ട് തന്നെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇതാണ് എല്ലാം കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ എന്നെ അറിയിക്കണം. പുതിയ വിശേഷങ്ങൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടി വേണം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.